ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതൽ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവർ, വീട്ടിൽ തളർന്നു കിടക്കുന്നവർ, മഹാരോഗികൾ, മാർഗരോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു കുഞ്ഞുങ്ങളില്ലാത്തവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കർത്താവിൽ ജോലിയില്ലാത്തവർ, സമാധാനം ഇല്ലാത്തവർ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവർ, അതായത് ഭാര്യാഭർത്താക്കന്മാരുന്നവർ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവരെ കർത്താവ് അവരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭത്തെ ശിശുവിന് തകരാറുള്ളവർ കർത്താവ് അവർ ശരീരത്തിൽ ഇപ്പോഴ് ചൂടനുഭവിക്കട്ടെ. കർത്താവ് നീ അവരെ സ്പർശിക്കുന്നു, നീ അവരെ സൗഖ്യപ്പെടുത്തുന്നു. അവിടെ കുഞ്ഞുങ്ങളെ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ അവർക്ക് അഭിഷേകം നൽകുന്നുവെന്നുണ്ട്. അടയാളമായി ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് ശരീരത്തിൽ ചൂടനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവിനെ അഭിഷേകം സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സത്യം ത്വക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ, വിസർപ്പ് രോഗികൾ, PCOD രോഗികൾ, അലർജി രോഗികൾ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടികൊഴിച്ചിലുള്ളവർ, ശരീരത്തിൽ വേദനയുള്ളവർ, ഉറക്കമില്ലാത്തവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി വെക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ വികൃത ജോലിയില്ലാത്തവർ, പഠനങ്ങളുടെ പരീക്ഷകൾ പരാജയപ്പെട്ടവർ കർത്താവ് ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാമില്ലാതെ വിഷമിച്ച് ജീവിക്കുന്നവർ, കർത്താവ് ഒരു മറുപടി ഇല്ലാതെ വിഷമിക്കുന്നവർ, കർത്താവ് എല്ലാം തെലഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണീരടക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ കർത്താവെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അവർ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തെ കർത്താവ് യൂട്ടേൺ എടുപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ്. ദിസ് മേ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഒത്തിരി ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇത് പറയണേ. എൻ്റെ ഓളോടേസടെ പറയണതല്ല. വെളുപ്പിനെ 3:30 മണിക്ക് എഴുന്നേറ്റതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീണ്ടും വിചാരങ്ങളുണ്ടാവും. ആൾക്കാരുടെ അനുഭവങ്ങളാണല്ലോ ഈ സാക്ഷ്യങ്ങളായിട്ട് ആൾക്കാർ പറയണത്. അപ്പോഴും നമ്മൾ സാധാരണ ഒരു ധ്യാനകേന്ദ്രങ്ങളിൽ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾക്കുള്ളിലെ അനുഭവങ്ങൾ ആൾക്കാർ പറയും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. അനുഭവങ്ങൾ ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി, അതുപോലെ തന്നെ കേസ് മാറി എന്നൊക്കെ പറയുന്ന ഈ പൊതുവെയുള്ള അതിൻ്റെ പുറമേ കാണുന്ന ഒരു ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന കുറച്ച് നമുക്ക് കാണാവുന്ന അനുഭവങ്ങളെക്കാളുപരി അനുഭവങ്ങൾക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്ക് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു അന്തർഭൗമ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവാനുഭവം എന്ന് തന്നെയാണ്. ദൈവാനുഭവം. അപ്പം ജീവിതാനുഭവവും നമുക്ക് ഭൗതികമായ അനുഭവവും ആത്മീയമായ അനുഭവങ്ങളും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമുക്ക് ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗബന്ധിയാണല്ലോ, നിയോഗബന്ധിയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിത സമ്മർദ്ദം വരുമ്പോഴാണ്, നമുക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുക്കുകയാണ്. ചിലപ്പോൾ ജോലികൾ നീണ്ടുപോവുകയും വരുമാനം ഇല്ലാതെ വരികയും മാസങ്ങളോളം വരുമാനം ഇല്ലാതെ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടും. ചിലപ്പോൾ വാടക താമസിക്കണമെങ്കിൽ ഉടയക്കാർ ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. നമുക്ക് ഒറ്റക്ക് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു സഹായം കിട്ടാനാണ്. കാര്യം ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് അത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തുടങ്ങണത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യമൊന്നുമല്ല, കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിഷയമാണ്.
ജീവിതത്തിൽ ചില ഭൗതികമായ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോൾ സാമ്പത്തികം, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ സമാധാനം, വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരും ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മെരിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ട് നിൽക്കണ പോലെ തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ല. പിന്നെ വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. എന്താണ്? നമ്മൾ ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും പോലും നമുക്ക് രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ മോന്ത മാറും പെട്ടെന്ന് അവരിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം തിരിച്ചറിയും. എന്താണ്? എല്ലാവരും ഉണ്ട്, ആരും ഇല്ല. അത് കറക്റ്റാണ്. അത് നീ പെട്ടെന്ന് ഞാൻ പറയണത് നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ചില ആൾക്കാർ വയസ്സായാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു 10-25 വയസ്സിനുള്ളിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ ബേസിക്കായിട്ട് ആരുമില്ല. അത് നമ്മൾ 25 വയസ്സിനുള്ളിൽ തിരിച്ചറിയണം. ചില പൊട്ടന്മാർ അത് 70 വയസ്സാകുമ്പോഴൊക്കെയാണ് തിരിച്ചറിയണത്. അപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. കയ്യിൽ നിന്ന് എല്ലാം പോയി പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചു? ഞാൻ പണവും പൊന്നുമൊന്നുമല്ല, മറിച്ച് ദൈവം. അപ്പം ഈ നെടുമ്പാശ്ശേരിയില്ലേ, ഞാനെപ്പോഴും നെടുമ്പാശ്ശേരി ചെല്ലുമ്പോൾ ആ ടെർമിനൽ 3 കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. ടെർമിനൽ 3 എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആണ്, മറ്റേ ഡൊമസ്റ്റിക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആക്കാൻ വരുന്നവർ ഭയങ്കര പിരിഞ്ഞു പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുകയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയും അങ്ങനെ കുറേ സീനുണ്ട്. ഇനി അവിടെ തിരിച്ച് നമ്മളെ ടെർമിനൽ 3 വന്നിറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നവർ അത്യാഹ്ലാദത്തോട് വരികയും അതുപോലെ തന്നെ കെട്ടിപ്പിടുത്തവും ചിരിയും സന്തോഷവും വേറെ സംഭവമുണ്ട്. അപ്പം ഞാനിതൊക്കെ എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്തെല്ലാം ചെറിയ മൂമെൻറ്റ്സ് പോലും ശ്രദ്ധിക്കും. ഓരോരുത്തർ എന്തെങ്ങനെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണത്. അപ്പം ചില ആൾക്കാരുണ്ട്, ഒറ്റക്ക് വരും, ഒറ്റക്ക് പോകും. അവരെ കൊണ്ടുവന്നാക്കാനും ആരുമില്ല, കെട്ടിപ്പിടിക്കാനും ആരുമില്ല. അവർ വരുമ്പോൾ സ്വീകരിക്കാനും ആരുമില്ല. ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ആ ഒരു സിറ്റുവേഷനെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നും, ഈ ഉടമ്പടി നമ്മൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പം ചിലരെ കൊണ്ടുവന്ന് ആക്കാൻ, പണ്ടൊക്കെ നമ്മളുടെ ഈ പ്രായം നമ്മൾ കയറുന്നതനുസരിച്ച് കൊണ്ട് പല പല എക്സ്പീരിയൻസ് അല്ലേ ആൾക്കാർക്ക്. ചോക്ലേറ്റ് എക്സ്പീരിയൻസായി. 10-22 വയസ്സ് വരെ ഉള്ളതെല്ലാം ചുമ്മാ ചോക്ലേറ്റ് എക്സ്പീരിയൻസാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല രുചിയൊക്കെ തോന്നും, മധുരം ഉണ്ടാവും. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കിഡ്നിയും പോയെന്ന് വരും. ചോക്ലേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പനുണ്ട്, ആങ്ങളയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്രായത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ സ്നേഹം, അത് സത്യസന്ധമായ സ്നേഹമാണ്, ഒരു സംശയമില്ല. അപ്പൻ്റെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സ്നേഹമാണ്, അതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല. അമ്മയുടെ സ്നേഹവും സത്യസന്ധമായ സ്നേഹമാണ്. ആങ്ങളമാരുടെ സ്നേഹവും പെങ്ങന്മാരുടെ സ്നേഹവും എല്ലാം, ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാ സ്നേഹങ്ങളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യസന്ധമായ സ്നേഹങ്ങളാണ്. അതിൻ്റെ അകത്ത് യാതൊരു കലർപ്പുമില്ല. ഇൻ കേസ് ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചലിക്കുമെന്നുണ്ടെങ്കിലും ബേസിക് ലവ് ഫണ്ടമെൻ്റൽ ലവ് ആണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പതയാണ് ശരിക്കും. വെച്ചാൽ നമ്മൾ പ്രായമാകുന്നതോടുകൂടി ഈ ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകും. ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും, കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ജോലി കിട്ടി, നമുക്ക് ട്രാൻസ്ഫറായി,
നമ്മുടെ ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി വേറെ ഒരു രാജ്യത്ത് പോയി, വേറെ ഒരു സംസ്ഥാനത്ത് പോയി നമ്മൾ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പനില്ല. അപ്പൻ നമുക്ക് ചങ്കടി പോരും. കാര്യമാണ് അപ്പൻ്റെ ദൗത്യം പൂർത്തിയാക്കി കർത്താവിലേക്ക് തിരിച്ചു പോയി കാണും. ഏതെങ്കിലും ഒരു കാലത്ത് അപ്പൻ്റെ മരണത്തിന് നമ്മൾ വന്നിറങ്ങേണ്ടി വരുന്നിടുമ്പോൾ ശരിയില്ലേ? ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയത്താണ് അയ്യോ പൊത്തൊന്നും നിലവിളിക്കുന്നത്. നിങ്ങൾ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഒരു 25-30 വർഷം മുമ്പിലിട്ടിട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ 35 വർഷത്തിൽ നടക്കും. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് അല്ലെങ്കിൽ ദൈവം എന്നോട് അങ്ങനെ ചെയ്ത്, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇമോഷണൽ ജീവികൾ ആവശ്യമില്ലാത്ത രീതിയിൽ വിഷയം സെൻറ്റിയാക്കി കളയും. അങ്ങനെ അപ്പോൾ അത് ആധ്യാത്മിക ജീവിതത്തെ ബാധിക്കും. അപ്പോൾ ഈശോയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഞാനത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവെന്ന് ഈശോ പറയും. ചില ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, നിങ്ങൾ ആ സമയത്ത് കൈയും കാലും വിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അത് ഈശോ പറയും. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ്. അറിഞ്ഞു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധ്യാത്മികമായ കാലാവസ്ഥകളെ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പുറമേ കാണുന്ന ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ താഴെ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് നിങ്ങളെ ലാൻഡ് ചെയ്യുകയാണ് ഞാൻ ഇത്തിരി നേരം സംസാരിച്ചതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി, വീട്, വിവാഹം, ജപ്തി എന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ആത്മീയ ജീവിതം നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. അതിയമ്മേ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടിൻസി. ഞാൻ ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം 2022 വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ആഗ്രഹിച്ചു ആ വർഷം തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം പോലെ നടന്നില്ല. പിറ്റേ വർഷം ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ മാതാവിനോട് ചെന്ന് പ്രാർത്ഥിക്കും, നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. പോയി ഉടമ്പടി എടുത്ത്, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും, നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുക്കൽ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ആരാധന എല്ലാ ചൊവ്വാഴ്ചകളിലും എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ ആരാധന വന്ന് കൂടുമായിരുന്നു. അങ്ങനെ ആരാധന വന്ന് കൂടിയതിൻ്റെ ഫലമായി മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പക്ഷേ ഗർഭിണി സമയത്ത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ഷുഗർ ഉണ്ടായിരുന്നു, തൈറോയിഡ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്കാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ വയറ്റിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷനാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുൾ റെസ്റ്റായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ വലതുവശത്ത് ഫൈബ്രോയിഡും ഇടതുവശത്ത് കുഞ്ഞുമാ കിടന്നത്. എൻ്റെ കുഞ്ഞിന് തിരിയാനോ മറിയാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നന്നായിട്ട് ശ്രദ്ധിക്കണം, ആദ്യത്തെ 3 മാസം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അബോർഷനാകാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് ബ്ലീഡിങ് ചെറുതായിട്ട് വന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ കുഞ്ഞിനെ വേണം. ഞാൻ ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞുമായി വന്ന് ഈ നടയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി നടയിൽ വന്ന് ഞാൻ മാതാവിനോട് നന്ദി പറയാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 9 മാസവും ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എനിക്ക് ഒത്തിരി മനപ്രയാസമായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഡോക്ടേഴ്സ് പറയും എൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, തൈറോയിഡ് കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. എനിക്ക് ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തിരുന്നാലും എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അങ്ങനെ എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്, മാതാവ് എനിക്കൊരു സുഖപ്രസവം വേണമെന്ന്. പക്ഷേ എനിക്ക് ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് സുഖപ്രസവം നടന്നില്ല. ഡോക്ടർ പറഞ്ഞു സിസേറിയൻ ആണെന്ന്. പക്ഷേ 9 മാസം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 1 മാസം മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ സിസേറിയൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ കുഞ്ഞിൻ്റെ ഷുഗർ ലെവലൊക്കെ കുറഞ്ഞു പോയി.
അങ്ങനെ 3 ദിവസം ICUയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞിന് വെയിറ്റൊക്കെ കുറവായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ജലദോഷവും അങ്ങനെ പെട്ടെന്ന് പ്രതിരോധ ശക്തി ഇല്ലാഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ കയറി പിടിച്ചു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം മാറി മാതാവ് ഞങ്ങൾക്ക് ഇത്രയും ആരോഗ്യമുള്ള, ഒരു കുഴപ്പമില്ലാത്ത, ഡോക്ടർ പറഞ്ഞിരുന്നു തൈറോയ്ഡൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കാണും കുഞ്ഞിനെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാലറി വളരെ കുറവായിരുന്നു ജോലിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മാതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, നല്ല സാലറി എനിക്ക് കിട്ടണമെന്ന്. ഞാനിവിടെ ആരാധനയിൽ വന്നിരുന്ന് രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ 4 മണി വരെ ഞാൻ ഇവിടെ ഇരുന്ന് കൊന്ത കൂടുമായിരുന്നു. അങ്ങനെ കൊന്ത കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡിന് നല്ല സാലറിയോടുകൂടി നല്ല ജോലി നൽകി അനുഗ്രഹിച്ചു. അതേപോലെ ഇപ്പോൾ ഹസ്ബൻഡിന് ഖത്തറിലെ ജോലി മാറി ഇപ്പോൾ സൗദിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. മെഡിക്കലും കാര്യങ്ങളും എല്ലാം മാറി നല്ല രീതിയിൽ ഹസ്ബൻഡിന് സൗദിയിൽ പോയി നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാതാവ് ചെയ്യുന്ന എല്ലാ അനുഗ്രഹത്തിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. ഇവിടുന്ന് പത്രം എടുത്ത് ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എനിക്ക് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നീ എനിക്ക് ഇന്നത്തെ ദിവസം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ജോലി പ്രശ്നങ്ങളെല്ലാം മാറണം, അതിന് നീ എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാവിലെ ഉടമ്പടി പത്രവുമായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ വീട് കുറച്ച് ദൂരെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട് വരെ ഞാൻ നടന്ന് എല്ലാവർക്കും ഞാൻ ഉടമ്പടി പത്രം കൊടുത്തു. ഞാൻ ഉടമ്പടി പത്രം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നു. എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, എല്ലാം ശരിയായെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ ഞാൻ ഗർഭിണിയായ സമയങ്ങളിൽ ബുക്സ് വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആ 9 മാസവും ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. മാതാവ് അങ്ങനെ ബൈബിൾ വായിച്ച് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അതെല്ലാം എൻ്റെ മാതാവ് തന്ന അനുഗ്രഹമാണ്. എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു പ്രാർത്ഥനയിലൊക്കെ. പക്ഷേ ഞാൻ ഗർഭിണിയായപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ അടുത്തു. ഇപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമാണ് എനിക്ക് ഈ കുഞ്ഞ്. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു മാതാവ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജ്യോതികുമാർ. ഞാനൊരു ഹിന്ദുവാണ്. പത്തനംതിട്ടയിലാണ് വരുന്നത്. മാതാവിനെപ്പറ്റി അധികം എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു. യേശുവിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് 2015 മുകളിലാണ്. 2015 എൻ്റെ മാര്യേജ് കഴിഞ്ഞു. അതിനുശേഷം 2017 എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. ഫീറ്റൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് സർക്കുലേഷൻ കുറവാണെന്നും അതുപോലെ തന്നെ ഹാർട്ടിൽ ചെറിയ വാൽവിനൊരു ഹോളുണ്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്യാം, സർജറി വേണമെങ്കിൽ ഡെലിവറിക്ക് ശേഷം സർജറിയെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞു. ആ ടൈമിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ശരിക്കും നിരാശരായി ഞങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. യേശുവിനോട് ഞങ്ങൾ ഡെയിലി കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഡെലിവറി വൈഫിൻ്റെ വിജയകരമായിട്ട് കഴിഞ്ഞു. ഹോള് ഉണ്ടെങ്കിൽ പോലും ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രസൻ്റ്ലി ഒന്നും തന്നെ വേണ്ട, ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി, ഗ്രാജ്വലി ആ ഹോൾ റിക്കവർ ആയിക്കോളും എന്ന് പറഞ്ഞു. കുഞ്ഞിന് 3 വയസ്സാകുന്നതുവരെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവ ഇടപെടലാൽ ആ ഹോൾ കംപ്ലീറ്റായിട്ട് ക്യൂറായി. അതുപോലെ തന്നെ സർക്കുലേഷൻ്റെ കാര്യമാണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ അത് നോർമൽ സ്റ്റേജിലായി. അതിനുശേഷം വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. കാരണം ജീവിതത്തിൽ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ദൈവ ഇടപെടൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. സാമ്പത്തികത്തിൽ ഉപരി ദൈവ ഇടപെടൽ ഞങ്ങൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 2023 മെയ് 3-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനൊരു നേഴ്സായിട്ട് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് നേഴ്സാണ്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ നോക്കേണ്ടതിനാൽ വൈഫ് നാട്ടിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ആദ്യമേ വൈഫ് ഉടമ്പടി എടുത്തു. ഞാൻ ഖത്തറിലായതുകൊണ്ട് എന്നോട് വൈഫ് പറഞ്ഞു, ഞാനും കൂടി ഉടമ്പടി എടുക്കുന്നത് നന്നായിരിക്കും, ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിക്കുവാൻ. ഇപ്പോൾ 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഞാൻ എന്നെ ശുദ്ധീകരിച്ചു. വൈഫ് എനിക്ക് പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഫോണിൽ അയച്ചു തന്നു. സന്ധ്യാപ്രാർത്ഥനയും ജപമാലയും വിശ്വാസപ്രമാണവും അങ്ങനെയുള്ള എല്ലാ പ്രാർത്ഥനാ രീതികളും ഇതിലൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാം കാണാതെ പഠിച്ചു. അത് ഡെയിലി കണ്ടിന്യൂ ചെയ്ത് പോരുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.